അത് പിന്നെ അ, എനിക്ക് ചേട്ടാ ഈ സ്ഥാനമോഹങ്ങളില്ല. ഓഹോ, പക്ഷേ തന്റെ മുഖം കണ്ടിട്ട് എന്തോ ഒരു കള്ളലക്ഷണമുണ്ടല്ലോ. ഏ അത് ജന്മനാലുള്ളതാ. എൻ്റെ അച്ഛനും ഇങ്ങനെ തന്നെയായിരുന്നു. അതിവിടെ ഇവിടെ നല്ല ഇളം മാനുകളുള്ള കാടെവിടെയാ? വായ്ക്ക് രുചിയുള്ള ഇളം മാനിറച്ചി കഴിച്ചിട്ട് കാലം കുറയായി. അതെന്താ, തന്റെ കാട്ടിൽ മാനുകളില്ലേ? ഉണ്ട്, പക്ഷെ പക്ഷേ ടേസ്റ്റ് പോരാ. അതാ. ഇവൻ ആളൊരു തരികിടയാണെന്ന് തോന്നുന്നു. പറയുന്ന കാര്യങ്ങളിലൊക്കെ എന്തൊക്കെയോ അപാകതകൾ ഉണ്ടെന്ന് തോന്നുന്നു. ചേട്ടനെന്താ ചിന്തിക്കുന്നത്? നല്ല ഇളം മാനുകളുള്ള കാടെവിടെയാണ് എന്നായിരിക്കും. അതൊക്കെ അവിടെ ഇരിക്കട്ടെ. ഞാൻ ആദ്യമായിട്ടാ ഇത്രയും മണങ്ങൂസൻ സിംഹത്തെ കാണുന്നേ. മണങ്ങൂസൻ എന്ന് വെച്ചാൽ സുന്ദരൻ എന്നാണോ അർത്ഥം? സുന്ദരനെന്നല്ല, പൊട്ടൻ എന്നാണ് അർത്ഥം. പോയങ്ങേശ്വരൻ എന്നും പറയും. ചേട്ടന്റെ തമാശ കൊള്ളാം. ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാ. അതേപോലെ ഒരു സിംഹം ചിറകുവീശി പറക്കുന്നത് ഞാൻ ആദ്യമായിട്ടാ കാണുന്നേ. അത് കറക്റ്റായിരിക്കും. തനിക്ക് എങ്ങനെ ഇത് സാധിച്ചു? അതൊക്കെ പറയാനാണെങ്കിൽ കുറേയുണ്ട്. എനിക്ക് സമയമില്ല, ഞാൻ പോകുക. താൻ അത് പറഞ്ഞിട്ട് പോയാ മതി. അല്ലെങ്കിൽ അല്ലെങ്കിൽ താൻ പോകുന്നത് പരലോകത്തേക്കായിരിക്കും. എന്നെ വെറുതെ ഒരു കൊലപാതകിയാക്കരുത്. എന്നാ പിന്നെ അതൊന്ന് കാണണമല്ലോ. തനിക്ക് അത്രയ്ക്ക് ധൈര്യമോ? ഈ പൂവള്ളി സിംഹം ഒരു കാര്യം തീരുമാനിച്ചാൽ അത് പിന്നെ ഏത് കൊലകൊമ്പൻ വിചാരിച്ചാലും മാറ്റുന്ന പ്രശ്നമില്ല. താൻ മിക്കവാറും എന്റെ കൊക്കിന് പണിയുണ്ടാക്കും. എന്താ തന്റെ പ്രശ്നം? ഞാൻ ചേട്ടന് ആ രഹസ്യം പറഞ്ഞു തരാൻ തീരുമാനിച്ചിരിക്കുന്നു. അത് ശരി, അങ്ങനെ. ഇവന് കുറച്ചുകൂടി വിവരമുണ്ടെങ്കിൽ മണ്ടൻ എന്നെങ്കിലും വിളിക്കാമായിരുന്നു. ഏത് ഒറിജിനൽ സിംഹം തന്നെയാണോ അതോ മെയ്ഡ് ഇൻ ചൈനയോ? എന്തോ എവിടെയോ ഒരു പെശകുള്ളത് പോലെ. തുമ്പീവ തുമ്പക്കുടത്തിൻ തുഞ്ചത്തായൂഞ്ഞാലിടാൻ. എന്തോന്ന് വേഗം? ഓ എടോ, ഞാനതൊരു പാട്ടുപാടിയതാ. ഇത് വലിയ ശല്യമായല്ലോ. ഇവൻ ചോട്ടയാണെങ്കിലും ചൊറ സ്വഭാവമാണ്. വിഷയം തൽക്കാലം മാറ്റി സംസാരിക്കാം. അല്ല, നീ സംഭവം അറിഞ്ഞോ? എന്തോന്ന്? അതൊക്കെ ഈ ചോട്ട വരെ അറിഞ്ഞോ?